കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് മോഷണ കേസ് പ്രതി ചാടിപ്പോയതിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സാധ്യത. മധ്യമേഖലാ ജയിൽ ഡിഐജി ജയിലിലെത്തി പരിശോധന നടത്തി. സൂപ്രണ്ടിനോട് ഡിഐജി റിപ്പോർട്ട് തേടി. അസം സ്വദേശിയായ പ്രതി അമീനുൽ ഇസ്ലാമാണ് ഇന്നലെ ജയിൽ ചാടിയത്. ജോസി ബാബു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ജോസി, എന്താണ് വിവരങ്ങൾ? നിഷാദെ, ഇന്നലെ ജയിൽ ചാടിയ അസം സ്വദേശിയായ പ്രതി അമീനുൽ ഇസ്ലാമിന് വേണ്ടി പോലീസും ജയിൽ വകുപ്പും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മധ്യമേഖലാ ജയിൽ ഡിഐജി രാജീവ് ടി.ആർ. കോട്ടയം ജില്ലാ ജയിലിലെത്തി പരിശോധന നടത്തിയത്. സൂപ്രണ്ടിനോട് ഡിഐജി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അതോടൊപ്പം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും റിപ്പോർട്ട്. ഇതും കൂടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ നടപടികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വാഭാവികമായും നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്നലെ ജയിൽ ചാടിയ പ്രതിയുടെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ജില്ലാ ജയിലിനോട് ചേർന്നുള്ള വിജിലൻസ് ഓഫീസിന് സമീപത്തേക്ക് ഈ പ്രതി ചാടി അവിടെ നിന്നും ഒരു മുണ്ട് മാത്രം ധരിച്ചാണ് ഇയാൾ സഞ്ചരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം എറണാകുളം റൂട്ടിലോടുന്ന ട്രെയിനിൽ മോഷണം നടത്തിയ അസം സ്വദേശിയായ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടോടുകൂടി ജയിലിലെത്തിക്കുകയും പിറ്റേ ദിവസം ഞായറാഴ്ച നടപടിക്രമങ്ങൾക്ക് ശേഷം ആണ് ഈ സംഭവം ഉണ്ടായത്. തിങ്കളാഴ്ചയാണ് ഈ സൂപ്രണ്ട് അറ്റൻഡൻസും മറ്റും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിനെ ഈ ജയിൽ തടവ് പുള്ളികളെ വിളിച്ചു വരുത്തിയ സമയത്തായിരുന്നു ഇയാൾ ജയിൽ ചാടിയത്. കേവലം ഒരു ദിവസം മാത്രമാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ നടപടിക്ക് സാധ്യത തെളിയുകയാണ് നിഷാദ്. ശരി.